അപ്പോൾ ആ കേസിൽ നമ്മൾ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് FIR ഇട്ടത്. അതിനകത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 23 ബാങ്ക് അക്കൗണ്ടുകൾ വഴി 96 ട്രാൻസാക്ഷൻസിലാണ് ഈ 25 കോടി നഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം അടുത്ത് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുണ്ടെങ്കിൽ അതെല്ലാം സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വരുന്ന മുറയ്ക്ക് ആ ഭാഗം കൂടെ നമ്മൾ അന്വേഷിക്കും. ബാക്കി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അനലൈസ് ചെയ്യുക, മറ്റ് ആവശ്യമുള്ള നടപടി എടുക്കുക എന്നതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുന്നുണ്ട്. DCP ലോ ആൻഡ് ഓർഡർ 2 മഹേഷ് അദ്ദേഹമായിരിക്കും ഇതിൻ്റെ സൂപ്പർവിഷന്. മറ്റ് ACP സൈബർ, ACP മട്ടാഞ്ചേരി ഇവരെല്ലാവരും കൂടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് പുറത്തുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എവിടെയാണ് എന്താണ് എന്നത് ഇനി ഉറപ്പിച്ച് പറയാൻ ഒന്നും ആയിട്ടില്ല. പക്ഷേ കുറേ ട്രാൻസാക്ഷൻസ് US ഡോളേഴ്സിലാണ് ട്രാൻസാക്ഷൻ നടന്നത്. അത് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇവരായിട്ട് ഇടയ്ക്ക് ഒരാൾ മലയാളത്തിൽ സംസാരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അവരെ കേന്ദ്രീകരിച്ച് കുറച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ഇപ്പോൾ മൊത്തം 26 കോടി കുറച്ച് ലക്ഷമാണ് പോയത്. അപ്പോൾ കുറച്ച് പൈസ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അവരുടെ മോഡസ് എന്നത് തന്നെയാണ് കുറച്ച് നമ്മൾ അങ്ങോട്ടൊക്കെ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു സമയത്ത് പ്രോഫിറ്റ് കാണിക്കുക അതിനകത്ത് അക്കൗണ്ടിൽ, അതിനകത്ത് ഇവർ വിഡ്രോ ചെയ്യാൻ നോക്കുമ്പോൾ കുറച്ച് തിരിച്ചു കൊടുക്കുക എന്നതാണ്. അങ്ങനെ ഇവർക്ക് കുറച്ച് പൈസ തിരിച്ച് കിട്ടി. അപ്പോൾ ഇൻഡിവിജ്വൽസ് നഷ്ടപ്പെട്ട ഏറ്റവും വലിയ കേസാണ് ഇത്. നമ്മൾ അതിൻ്റേതായ ഗൗരവത്തോടു കൂടിയാണ് കേസിനെ നമ്മൾ നോക്കുന്നത്. ഒന്നും ആയിട്ടില്ല. അതിനകത്ത് അവരുടെ റെസ്പോൺസിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. വേറെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. സിറ്റിയിൽ കിട്ടിയത് അത് മാത്രം. പ്രധാനമായിട്ട് നമ്മൾ ഇത് പെറ്റിഷൻ വന്നത് ഓൺലൈനായിട്ടാണ്. അപ്പോൾ ഓൺലൈൻ പെറ്റിഷൻ വരുമ്പോൾ നമ്മൾ പരാതിക്കാരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനുള്ള ഒരു ആവശ്യമുണ്ട് അതിനകത്ത്. അപ്പോൾ അതിൻ്റെ ഒരു റിക്വയർമെൻറ്റ് ഇതുവരെ സാറ്റിസ്ഫൈ ആയിട്ടില്ല. അതുകൊണ്ട് ഇനി മുമ്പോട്ട് പോകാൻ വേണ്ടി ഇത് ആവശ്യമുണ്ട്. സർ, ഇന്നലെ ഒരു SIയെ കൈക്കൂലി കേസിൽ പിടിച്ചിട്ടുണ്ട് മരട് സ്റ്റേഷനിൽ. എന്തെങ്കിലും നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയ മുറയ്ക്ക് നമ്മൾ വകുപ്പ് തല നടപടിയെടുക്കും. ഇതുവരെ ഉണ്ടായിട്ടില്ല. റിപ്പോർട്ട് കിട്ടിയതനുസരിച്ച് നമ്മൾ ചെയ്യാം. താങ്ക്സ് സർ.